ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് FB ലൈവിൽ വരുന്നത്. എനിക്ക് ചിലത് പറയാനുണ്ട്. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിജയൻ. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഏക മകനാണ്. പാവപ്പെട്ട ഒരു കർഷകൻ്റെ മകനാണ് ഞാൻ. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ എന്നെ ജനിപ്പിച്ചത് തന്നെയാണ്. രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്നിട്ടും കൂലിപ്പണി എടുത്തിട്ടും അവരെന്നെ പഠിപ്പിച്ചു. ആർക്ക് വേണ്ടി? അവർ പറയുന്നതും കാലവും ലോകവും പറയുന്നതും നാടിന് വേണ്ടിയിട്ടാണെന്ന്. ഒക്കെ വെറുതെയാ, തട്ടിപ്പാണ്. ആർക്കോ വേണ്ടി പഠിപ്പിച്ച് വേഷങ്ങളും കെട്ടിപ്പിച്ച് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഫീസും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ കിടപ്പാടം വരെ വിപ്പിച്ചു. എൻ്റെ അമ്മ ഒരു രോഗിയാണ്. അവരെ സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു ബിരുദധാരിയായ മോനായിട്ട് ഞാനിങ്ങനെ ഞെളിഞ്ഞ് നടക്കുക. PSC ഒക്കെ എഴുതി. രാഷ്ട്രീയക്കാർ ഗുണ്ടകൾക്കും തെമ്മാടികൾക്കും ജോലി കൊടുത്ത് ഈ കൈക്കൂലി കൊടുക്കാൻ എൻ്റെ പണമില്ല. ഫീസ് കെട്ടാനാവാണ്ട് പരീക്ഷ എഴുതാൻ പറ്റാണ്ട് കോളേജ് അധികാരികൾ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ അവസാനത്തെ രക്തവും ഞാൻ ഒറ്റിക്കുടിച്ചു. ഇനി കൊടുക്കാൻ കാശില്ല. ബോറടിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ നിർത്താണ്. യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ, ജാതി മതങ്ങൾക്ക് മുന്നിൽ, പണക്കൊഴുപ്പുകൾക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങുകയാണ്. എന്റെ മോൻ, അവൻ വലിയവനായിരുന്നല്ലോ മക്കളെ. വലിയവനാണ്. എല്ലാരോടും എപ്പോഴും ചിരിച്ചുകൊണ്ട് പോകുന്നവനാണ്. ഇങ്ങനെ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടികളെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ. രോഗിയായ നിന്നെ ഓർക്കാത്തവൻ മകനാണോടി കഴുത? അവനെ ആലോചിച്ച് എനിക്ക് സങ്കടമില്ല. ഇങ്ങനത്തെ മക്കൾ വേണ്ട, പോട്ടെ. വേണ്ട, ഇരുന്നോളൂ. അമ്മേ, ഞാൻ അറിയാൻ വൈകിപ്പോയി. എന്നോട് വെറുപ്പ് തോന്നരുത്. എന്തു പറയാനാ സാറേ? നഷ്ടം ഞങ്ങൾക്കല്ലേ.
ഏറിയ 3 ദിവസം, പിന്നെ എല്ലാവരും മറക്കും. തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ലോകത്തെ തോൽപ്പിച്ചു പോയവനെ മടക്കി കൊണ്ടുവരാനും പറ്റില്ല. പക്ഷെ ഒന്നു പറയാം, ഇതിന് കാരണക്കാരൻ ആരായാലും അനുഭവിപ്പിക്കും. ഇത് കളക്ടറുടെ വാക്കല്ല, വിജയന്റെ സഹോദരിയുടെ. എന്തിനാ സാറേ ഈ വാക്ക്? ഒരുപാട് കേട്ടതാ. നിയമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ പണക്കാർക്കുള്ളതാ. മാം, പലർക്കും ഇതൊരു ആത്മഹത്യ. മരിച്ചത് അവനല്ല, ഞങ്ങളാ. ആണ്ടാൾ മുരുകൻ, അവൻ്റെ കളിപ്പാവകളാ ആ കോളേജിലെ കുട്ടികൾ. അതിന് അവസരമൊരുക്കുന്ന അധ്യാപകരും പ്രിൻസിപ്പലും. മാം, ഞങ്ങൾക്കൊക്കെ നല്ല വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ല ആഹാരമില്ല. ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഫീസ് കെട്ടാനുള്ള നിവർത്തിയുമില്ല. ശരിക്കും എന്തായിരുന്നു വിജയന്റെ യഥാർത്ഥ പ്രശ്നം? അവൻ നല്ലൊരു കലാകാരനായിരുന്നു, എന്തിനു മുന്നിലുണ്ടാവും. പക്ഷെ അവന്റെ പ്രശ്നങ്ങൾ പുറത്തു പറയാറില്ല. പ്രതികരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി. അതാ കുഴപ്പമായത്. ഞങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞതാ, പക്ഷെ കേട്ടില്ല. മാനേജ്മെന്റിന്റെ പ്രതികാരം. ഫീസ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി നിർത്തി, മാർക്ക് ലിസ്റ്റ് തടഞ്ഞു വെച്ചു. എന്ത് ജോലിക്കും അവൻ തയ്യാറായിരുന്നു, ശ്രമിച്ചിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇവിടെയുള്ളവരുടെ പ്രതികരണങ്ങൾ ശേഖരിക്കണം. പിന്നെ ആണ്ടാൾ മുരുകനെതിരെ എന്ത് തെളിവ് കിട്ടിയാലും കരുതി വെക്കണം. ശരി മാഡം. അമ്മ, ഞാനുണ്ട് കൂടെ. ഈ വീടും സ്ഥലവും ആർക്കും വിട്ടുകൊടുക്കരുത്. നമുക്ക് ശത്രുവിന്റെ നാശം കാണണ്ടേ? പോയി, ഞങ്ങൾക്കിനി ജീവിക്കണ്ട. ഞങ്ങളുടെ മോനില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് വേണ്ട. അവരൊക്കെ വാഴട്ടെ സാറേ. എന്റെ മോന്റെ വഴി ശരിയായിരുന്നു. അവനാണ് ശരി.